ഹുസൂറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു ലജ്ന അംഗം ഒരു വ്യക്തിക്ക് എങ്ങനെ ബിസിനസ്സിൽ വിജയം നേടാം എന്നതിനെക്കുറിച്ച് ഉപദേശം തേടി. ഒന്നാമതായി, ഒരു വിശ്വാസി തന്റെ വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കുമെന്നും സർവശക്തനായ അള്ളാഹുവുമായി എങ്ങനെ ബന്ധം വളർത്തിയെടുക്കാമെന്നും വിലയിരുത്തണം. അള്ളാഹുവുമായി ഈ ബന്ധം ദൃഢമായി സ്ഥാപിക്കപ്പെടുകയും ഒരാൾ തന്റെ വിശ്വാസത്തിൽ പുരോഗമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സർവശക്തനായ അള്ളാഹു തന്നെ പറയുന്നു, ഭയഭക്തി അവലംബിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത മാർഗങ്ങളിലൂടെ അവൻ ജീവനോപാധി നൽകുന്നു. അങ്ങനെ അള്ളാഹു ഒരു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വര്യന്മാരും കച്ചവടത്തിലും ബിസിനസ്സിലും പങ്കാളികളാവുകയും ചെറിയ കച്ചവടം ചെയ്ത് അഭിവൃദ്ധി കൈവരിക്കുകയും ലക്ഷക്കണക്കിന് പണവും വിശാലമായ ഭൂമിയും സ്വന്തമാക്കിക്കൊണ്ട് ശ്രദ്ധേയമായ വിജയം നേടുകയും ചെയ്തത്. അതിനുള്ള കാരണം അവർ ഒരിക്കലും സർവശക്തനായ അള്ളാഹുവിനെ കൈവിടിഞ്ഞില്ല എന്നതാണ്. അവർ കൃത്യസമയത്ത് നമസ്കാരം അനുഷ്ഠിച്ചു. അവർ നഫൽ നമസ്കാരങ്ങളും തഹജ്ജുദ് നമസ്കാരങ്ങളും അനുഷ്ഠിച്ചു. അവർ ഉദാരമായി ദാനധർമ്മങ്ങളും നൽകുമായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാം എഴുതിയിട്ടുള്ളത്, അവരുടെ കൈകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഹൃദയങ്ങൾ സർവശക്തനായ അള്ളാഹുവിലേക്ക് കുനിഞ്ഞിരുന്നു എന്നാണ്. അതായിരുന്നു അവരുടെ അവസ്ഥ. അതിനാൽ ഒന്നാമത്തെ കാര്യം, ഒരാൾ ഭക്തനാകണം, ധാർമ്മികത കൈക്കൊള്ളണം. അപ്പോൾ അള്ളാഹു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഒരുവനുമേൽ കാരുണ്യം കാണിക്കുകയും അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങൾ സമ്പാദിക്കുന്നതിൽ നിന്ന് കുറച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാറ്റിവെച്ച് ചന്തയും സദഖയും നൽകുകയും ദരിദ്രരെ പരിപാലിക്കുകയും വേണം. നിങ്ങൾ അപ്രകാരം ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങളുടെ സമ്പത്തിൽ അനുഗ്രഹം നിറയ്ക്കും. രണ്ടാമതായി, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും നിങ്ങളുടെ ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുകയും വേണം. ബിസിനസ് കാര്യങ്ങളിൽ വഞ്ചന പാടില്ല. നിങ്ങളുടെ ബിസിനസ് ഇടപാടുകളിൽ നിങ്ങൾ സത്യസന്ധതയില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഷിർക്ക് അഥവാ അള്ളാഹുവിനോട് പങ്കുചേർക്കൽ ചെയ്യുന്നു എന്നാണ്. സർവശക്തനായ അള്ളാഹു ഷിർക്കിനെ വെറുക്കുന്നു. എല്ലാ ഇടപാടുകളും നീതിപൂർവവും സത്യസന്ധതയോടെയും നടത്തണം. പകരമായി സർവശക്തനായ അള്ളാഹു അതിനെ അനുഗ്രഹിക്കുന്നതാണ്. അതിനാൽ അള്ളാഹുവിനെ സ്മരിക്കുക, സത്യസന്ധതയോടെ പ്രവർത്തിക്കുക, എല്ലാ ചതികളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും മുക്തമായ രീതിയിൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ ധനത്തിൽ നിന്ന് ചന്തയും ദാനധർമ്മവും നൽകുകയും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ ഇതെല്ലാം ചെയ്താൽ നിങ്ങളുടെ ബിസിനസ്സിൽ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്.